ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. കടയിലൊന്നും പോയി പ്രിന്റ് എടുക്കാത്തതിന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാവുന്നതാണ്. അതിന് ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. A4 പേപ്പറും കുറച്ച് കളേഴ്സും മാത്രം മതി. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഒരു പേപ്പർ എടുക്കുക, നമുക്കൊരു കളർ ഏത് കളറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാൻ. ഞാൻ ഇവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ലൈൻസ് വരച്ച് കൊടുക്കുന്നത്. ലെങ്ത്തിലും വിഡ്ത്തിലും ഫുള്ളായിട്ട് ലൈന് വരച്ച് കഴിഞ്ഞതിന് ശേഷം അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബ്ലാക്ക് ഇങ്ക് കൊണ്ടും സെയിം ആയിട്ട് ലെങ്ത്തിലും വിഡ്ത്തിലും ഒരു ലൈനും കൂടെ വരച്ച് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി ഫസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ പേപ്പർ ഇവിടെ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് വൺ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് വീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ലെങ്ത്തിലും വിഡ്ത്തിലും ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സ് ആയിട്ട് കിട്ടും. എന്നിട്ട് ഓരോ ബോക്സിലും ഒന്നിടവിട്ടിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കുക. ഒന്ന് കളർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കളർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോന്നോരോന്ന് വിട്ടിട്ട് വേണം കളർ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. കളറൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് പോർഷൻ അല്ലേ, അവിടെ നമുക്ക് ചെറിയൊരു ഹേർട്ട് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. റെഡ് കളറുള്ള ഷേപ്പാണ് വരച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത് നമ്മൾ രണ്ടാമത്തെ പാറ്റേൺ പേപ്പർ കൂടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, നമുക്ക് കുറച്ച് ഷേപ്സ് വരച്ച് കൊടുക്കുക. റാൻഡംലി കുറച്ച് ഷേപ്സ് വരച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് അതിനൊരു പെർഫെക്ഷൻ ഒന്നും വേണ്ട. റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് കളർ കൊണ്ട് നമുക്കൊന്ന് കളർ ചെയ്തിട്ട് എടുക്കാം. അടുത്തത് ചെറിയ ടൈപ്പിലുള്ള പാറ്റേൺ പേപ്പറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഡോട്ട്സിൽ റെഡ് കളറിൽ 2 ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ആ പേപ്പർ ഫുള്ളായിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത്തിരി ഒരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് ഈ ഡോട്ട് ഇട്ട് കൊടുക്കാൻ, കാരണം നമുക്ക് ലീഫും കൂടെ വരച്ചു കൊടുക്കാറുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്രീൻ കളർ കൊണ്ട് ലീഫും വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ അടുത്ത പാറ്റേൺ പേപ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 സിമ്പിളായിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ പേപ്പേഴ്സ് ആയിട്ട് ഇനി നമുക്ക് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.